قل أغير الله أبغي ربا وهو رب كل شيء ولا تكسب كل نفس إلا عليها ولا تزر وازرة وزر أخرى ثم إلى ربكم مرجعكم فينبئكم بما كنتم فيه تختلفون وهو الذي جعلكم خلائف الأرض ورفع بعضكم فوق بعض درجات ليبلوكم فيما آتاكم إن ربك سريع العقاب وإنه لغفور رحيم. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد اتقوا الله عباد الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل لا غير الله أن أبغي ربا وهو رب كل شيء ولا تكسب كل نفس إلا عليها ولا تزر وازرة وزر أخرى ثم إلى ربكم مرجعكم فينبئكم بما كنتم فيه تختلفون وهو الذي جعلكم خلائف الأرض ورفع بعضكم فوق بعض درجات ليبلوكم فيما آتاكم إن ربك سريع العقاب وإنه لغفور رحيم. ഏറെ ആദരണീയരായ സത്യവിശ്വാസികളെ, സഹോദരി സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലെ 6-ാം അധ്യായം സൂറത്തുൽ അൻആമിന്റെ 89-ാമത് ക്ലാസ്സിൽ അതിന്റെ ഏറ്റവും അവസാനത്തെ 2 ആയത്തുകളാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് അതോടുകൂടി കുറെ ആഴ്ചകളിലായി നമ്മൾ നടത്തി വന്നുകൊണ്ടിരുന്ന ഈ സൂറത്തുൽ അൻആമിന്റെ ക്ലാസ് ഇൻഷാ അല്ലാഹ് അവസാനിക്കുകയാണ്. അള്ളാഹു നമ്മൾ ഇതുവരെ കേട്ടതും അറിഞ്ഞതുമായ കാര്യങ്ങൾ, നമ്മൾ പഠിച്ച കാര്യങ്ങൾ, പറഞ്ഞ കാര്യങ്ങൾ അത് ജീവിതത്തിൽ പുലർത്തി അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അടിമകളായി ജീവിക്കാൻ അള്ളാഹു നമ്മെ തുണക്കുമാറാകട്ടെ. നമ്മൾ ഇതുവരെ പഠിച്ചറിഞ്ഞു വന്ന ഏത് വിഷയവും, പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും തന്നെ അത് നമ്മുടെ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും ഉപകാരപ്പെടുന്ന വിധത്തിൽ അള്ളാഹു അതിനെ മാറ്റി തീർക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോട് കൂടിയിട്ട് സൂറത്തുൽ അൻആമിന്റെ ഈ അവസാന ഭാഗം നമുക്ക് ഒന്ന് പരിശോധിച്ചു നോക്കാം. നേരത്തെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, അവസാനത്തിലേക്ക് വന്നപ്പോ മൊത്തത്തിൽ കാര്യങ്ങളെല്ലാം സംഗ്രഹിച്ചുകൊണ്ട് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അതിശക്തമായി പ്രഖ്യാപിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്ന ആയത്തുകളാണ് ഈ ഭാഗങ്ങളിലുള്ളത് എന്ന് നമ്മൾ പറഞ്ഞു. അതേപോലെ അതിശക്തമായ ഒരു പ്രഖ്യാപനമാണ് ഇവിടെ
അള്ളാഹുവിന്റെ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തുന്നത്. ഖുൽ അഗൈറല്ലാഹി അബ്ഗി റബ്ബ വഹുവ റബ്ബു കുല്ലി ശൈഇ വലാ തക്സിബു കുല്ലു നഫ്സിൻ ഇല്ലാ അലൈഹാ വലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖ്റാ ثم إلى ربكم مرجعكم فينبئكم بما كنتم فيه تختلفون. പറയുക പ്രവാചകരെ, രക്ഷിതാവായിട്ട് അള്ളാഹു അല്ലാത്തവരെ ഞാൻ തേടുകയാണോ? ചോദിക്കുക, പറയാ, ആ ഗൈറല്ലാഹി അള്ളാഹു അല്ലാത്തവരെ അബ്ഗി ഞാൻ തേടുകയോ, അബ്ഗി ഞാൻ ആഗ്രഹിക്കുന്നു, റബ്ബൻ റബ്ബായിട്ട്, രക്ഷിതാവായിട്ട്, വഹുവ റബ്ബു കുല്ലി ശൈഇ അവനാകട്ടെ മുഴുവൻ വസ്തുക്കളുടെയും രക്ഷിതാവാണ്. ഇവിടെ കാണപ്പെടുന്നതും കാണപ്പെടാത്തതും, വലിയതും ചെറിയതും, ചരിക്കുന്നതും ചരിക്കാത്തതും ഉള്ള എല്ലാ വസ്തുക്കളുടെയും അണ്ടകടാഹങ്ങളുടെ മുഴുവൻ രക്ഷിതാവായ അള്ളാഹുവിനെ എനിക്കെന്തുകൊണ്ട് രക്ഷിതാവായി സ്വീകരിച്ചുകൂടാ? ഞാൻ ആ രക്ഷിതാവിനെ വിട്ട് വേറെ ആരെയെങ്കിലും തേടുകയാണോ ചെയ്യേണ്ടത് എന്നാണോ നിങ്ങൾ ആവശ്യപ്പെടുന്നത്? അത് നടക്കാൻ പോകുന്ന കാര്യമല്ല. ഖുൽ അഗൈറല്ലാഹി അബ്ഗി റബ്ബ വഹുവ റബ്ബു കുല്ലി ശൈഇ എല്ലാ വസ്തുക്കളുടെയും രക്ഷിതാവായ അള്ളാഹുവിനെയാണ് തേടുന്നത്, അവനെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, അവനോടാണ് ഞാൻ ദുആ ചെയ്യുന്നത്, അവനിലേക്കാണ് എന്റെ കാര്യങ്ങളെല്ലാം അർപ്പിക്കുന്നത്. വലാ തക്സിബു കുല്ലു നഫ്സിൻ ഇല്ലാ അലൈഹാ വലാ തക്സിബു കുല്ലു നഫ്സിൻ ഇല്ലാ അലൈഹാ ഏതൊരാളും, കുല്ലു നഫ്സിൻ ഏതൊരാളും, അവൻ അല്ലെങ്കിൽ അവൾ ചെയ്തു വെക്കുന്നതിന്റെ ഉത്തരവാദിത്തം വലാ തക്സിബു വേറെ ആരും സമ്പാദിക്കൂലട്ടോ, വേറെ ആരും ഏറ്റെടുക്കൂലട്ടോ. വലാ തക്സിബു കുല്ലു നഫ്സിൻ ഇല്ലാ അലൈഹാ ഏതൊരാളും ചെയ്തു വെക്കുന്നതിന്റെ ഉത്തരവാദിത്തം അയാൾക്ക് മാത്രമായിരിക്കും. വേറെ ആരും ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയില്ല, വേറെ ആരെയും ആ ഉത്തരവാദിത്തം ഏൽപ്പിക്കാനും സാധിക്കുകയില്ല. ഇവിടെ വേറെ ആരുടെയെങ്കിലും ഒക്കെ ചുമലിൽ വെച്ച് കെട്ടി നമ്മൾ ചെയ്ത അപരാധത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് സാധ്യമായേക്കാം. വേറെ ആരെയെങ്കിലും ആക്ഷേപിക്കുകയും അവർ കാരണമാണ് ഇതൊക്കെ എന്ന് പറയുകയും ചെയ്തുകൊണ്ട് ഇവിടങ്ങളിൽ നമുക്ക് രക്ഷപ്പെടാനുള്ള പഴുതുകൾ കണ്ടെത്താൻ സാധിച്ചേക്കാം. എന്നാൽ പരലോകത്തെ അവസ്ഥ വലാ തക്സിബു കുല്ലു നഫ്സിൻ ഇല്ലാ അലൈഹാ ഓരോരുത്തരും എന്താണ് ചെയ്തത് അത് അതിന്റെ ഉത്തരവാദിത്തം പരിപൂർണമായി അവർ തന്നെ ഏൽക്കേണ്ടതായിട്ട് വരും, വേറെ ആരും തന്നെ ഏൽക്കുകയില്ല. കസബ സമ്പാദിച്ചു, അധ്വാനിച്ചു, പാപഭാരം പേറുകയാണ് അവൻ സ്വന്തമായിട്ട്. ഒന്നുകൂടെ വിശദീകരിച്ച് പറഞ്ഞാൽ വലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖ്റാ ഭാരം ചുമക്കുന്ന യാതൊരാളും മറ്റൊരാളുടെ ഭാരം ചുമക്കുന്നതല്ല. അപ്പൊ അവിടെ വലിയ ഭാണ്ഡങ്ങൾ, വലിയ ഭാരങ്ങൾ, കുറ്റങ്ങളുടേതായ വലിയ വലിയ ഭാരങ്ങൾ ഏൽക്കേണ്ടതായിട്ട് വരും. ആലോചിച്ച് നോക്കൂ, ഒരു 10, 60, 70, 80 കൊല്ലം ജീവിച്ച ഒരാള് ഈ ഭൂമുഖത്ത് ഓരോ ദിവസവും ദിനം പ്രതി നൂറുകണക്കിന് കുറ്റങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയും ആ കുറ്റങ്ങളിൽ നിന്ന് ഒരു കാരണവശാലും രക്ഷപ്പെടാനുള്ള പഴുതുകൾ നോക്കാതെ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്താതെ തൗബ ചെയ്യാതെ അങ്ങനെ കഴിഞ്ഞുകൂടുകയും ചെയ്യുകയാണെങ്കിൽ അവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. അത്തരക്കാരുടെ എന്ത് വലിയ ഭാരമായിരിക്കും അവർ കേൾക്കേണ്ടി വരിക. കുറ്റത്തിന്റെ ആ ഭാരം അത് ഭയങ്കരമായിരിക്കും. ഓരോ കുറ്റങ്ങൾക്കും അത് അവർ തന്നെ ഉത്തരവാദിയായതുകൊണ്ട് വേറെ ആരും ആ ഭാരം വഹിക്കാൻ വേണ്ടി അവിടെ വരില്ല. നമ്മുടെ പ്രയാസങ്ങൾ ഏറ്റെടുക്കാൻ ഈ ഭൂമുഖത്ത് പലരും ഉണ്ടാകും.
നമുക്കൊരു കൈത്താങ്ങാകാൻ നമ്മുടെ വേണ്ടപ്പെട്ടവരുണ്ടാകാം. മക്കൾ വലിയ അപാകതകൾ, വലിയ അപരാധങ്ങളൊക്കെ ചെയ്താൽ കോടതികാരൻ ബാപ്പയും ഉമ്മയൊക്കെ ആ മക്കളുടെ കൂടെ ചെന്നേക്കാം. അവർക്ക് വേണ്ടി വാദിക്കാൻ വക്കീലിനെ ഏർപ്പാടാക്കിയേക്കാം. കാശ് കൊടുത്താൽ ഒരുപക്ഷെ അങ്ങനെയുള്ള പാപഭാരങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പഴുതുകൾ ഈ ഭൂമുഖത്ത് ഒരു പക്ഷെ ഉണ്ടായേക്കാം. പക്ഷെ നാളെ പരലോകത്ത് ചെല്ലുമ്പോ ഓരോരുത്തരും ചെയ്ത കുറ്റങ്ങളുടെ ഭാരം ഉണ്ടല്ലോ, വാസിറത്തുൻ, ഭാരം, വലാ തസിറു, ആ ഭാരം വഹിക്കുകയില്ല, വിസ്റ, വേറെ ഉഖ്റ, വേറൊരാളുടെ വിസ്ർ, വേറൊരാളുടെ ഭാരം ഒരാളും വഹിക്കുകയില്ല. കണ്ടില്ല, തസിറു, വാസിറത്തുൻ, വിസ്ർ, ആ വാക്കുകൾ തന്നെ ഉപയോഗിച്ചിട്ട് പാപഭാരത്തെ സംബന്ധിച്ച് മനുഷ്യനെ പഠിപ്പിക്കുകയാണ് അള്ളാഹുവിടെ ചെയ്യുന്നത്. തുമ്മ ഇലാ റബ്ബിക്കും മർജിഉക്കും വയുനബ്ബിഉക്കും ബിമാ കുൻതും ഫീഹി തഖ്തലിഫൂൻ. നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിങ്കലേക്കാണ് അനന്തരം മടക്കപ്പെടുന്നത്. ഇവിടെ ഒരുപാട് കുറ്റങ്ങൾ ചെയ്തു കൂട്ടി ആ കുറ്റങ്ങളുടെ ഭാരങ്ങൾ മുഴുവനും ചുമലിലേറ്റി ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുന്ന മനുഷ്യരെ നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിന്റെ അടുക്കലേക്ക് ചെല്ലും. അവിടേക്കാണ് നിങ്ങളുടെ മടക്കം. മർജിഉക്കും, നിങ്ങളുടെ മടക്കം അങ്ങോട്ടായിരിക്കും. ഒരുപാട് കുറ്റങ്ങളും പാപങ്ങളും ചെയ്തിട്ട് ഇവിടത്തോടുകൂടി അങ്ങനെ അവസാനിച്ചു പോവുകയല്ല, മറിച്ച് ആ പാപങ്ങളുമായി, കുറ്റങ്ങളുമായി, ആ ഭാരവുമായി അവരുടെ രക്ഷിതാവിന്റെ അടുക്കലേക്കാണ് അവർ മടങ്ങിപ്പോകുന്നത്. ഫയുനബ്ബിഉക്കും, അങ്ങനെ നിങ്ങൾക്ക് വിവരം തരും. ബിമാ കുൻതും ഫീഹി തഖ്തലിഫൂൻ, നിങ്ങൾ ഏതൊക്കെ കാര്യങ്ങളിലാണ് അഭിപ്രായ ഭിന്നത പുലർത്തിയിരുന്നത്, നിങ്ങൾക്ക് യോജിച്ചു പോകാൻ പറ്റാത്ത പല വിഷയങ്ങളുണ്ടായിരുന്നു അല്ലേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിൽ, ഖുർആനിൽ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ പറ്റാത്ത അഭിപ്രായ ഭിന്നതയുള്ള പല വിഷയങ്ങളുണ്ടായിരുന്നല്ലോ. ആ വിഷയങ്ങളിലൊക്കെ നിങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കാൻ, അവിടെ തീർപ്പ് കൽപ്പിക്കാവുന്ന ഒരവസ്ഥയിൽ നിങ്ങൾ എത്തിച്ചേരുന്നതാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നു. അപ്പൊ ഇവിടെ അതിശക്തമായ ഒരു പ്രഖ്യാപനം, ഞാൻ എന്റെ റബ്ബിനെയാണ് പ്രതീക്ഷിക്കുന്നത്, അവരിലേക്കാണ് എന്റെ മടക്കമുള്ളത്, അവൻ ഈ സർവ ചരാചരങ്ങളുടെയും രക്ഷിതാവാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, കുറ്റം ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ഓർത്തോളൂ, അവിടെ ഞാൻ വരില്ല നിങ്ങളുടെ കുറ്റങ്ങൾ ഏറ്റെടുക്കാൻ. അല്ലെങ്കിൽ മറ്റാരെങ്കിലും നല്ലവരായതുകൊണ്ട് നിങ്ങൾ അതുകൊണ്ട് രക്ഷപ്പെടാനും പോകുന്നില്ല. ഓരോരുത്തരും അവരുടെ പാപഭാരവുമായി അവിടെ വരും. നിങ്ങളെ കൂട്ടത്തിൽ തന്നെ കുറ്റം ചെയ്യുന്നവർ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചങ്ങോട്ട് കുറ്റങ്ങൾ പങ്കിട്ടെടുക്കുക എന്ന് വിചാരിച്ചാലും അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല എന്നിങ്ങനെയുള്ള അതിശക്തമായ ചില നിർദ്ദേശങ്ങളാണ് ഈ ആയത്തിൽ നമ്മൾ കാണുന്നത്. എന്താണ് ഈ റബ്ബ്, അള്ളാഹു, പ്രപഞ്ചത്തിന്റെ രക്ഷിതാവായ അള്ളാഹുവിനെ സംബന്ധിച്ച് ഇവിടെ പഠിപ്പിക്കുന്ന കാര്യം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടല്ലോ. എല്ലാ പ്രാപഞ്ചിക വസ്തുക്കളുടെയും നാഥൻ അള്ളാഹു ആണ് എന്നിരിക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നത്, എനിക്ക് വേറെ ഒരു നാഥനെ ഞാൻ സ്വീകരിക്കേണ്ട വല്ല കാര്യമുണ്ടോ? എന്റെ അധികാരമുള്ള, എനിക്ക് സ്വന്തമായി അധികാരമുള്ള എന്റെ ജീവിതത്തിൽ എന്റെ നാഥനെ ഞാൻ അറിയുന്നു, മനസ്സിലാക്കുന്നു. ആ നാഥനാണെന്ന്, ആരാണെന്ന് എനിക്ക് എന്റെ ജീവിതത്തിലൂടെ ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കി മനസ്സിലാക്കാൻ എനിക്ക് സാധിക്കുന്നു. അങ്ങനെയുള്ള ഒരു രക്ഷിതാവിനെ വിട്ട് ഞാൻ എന്തിന് മറ്റേതെങ്കിലും ശക്തികളെ ആഗ്രഹിക്കണമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ചോദിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നത്. നമുക്കറിയാം, ഒരാളുടെ ഓരോരുത്തരുടെയും പ്രവർത്തികൾ, ഓരോരുത്തരും ചെയ്യുന്ന കാര്യങ്ങൾ, അത് സംബന്ധമായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരുപാട് ഹദീസുകളുണ്ട്. ഒരാളൊരു നല്ല കാര്യം നടപ്പിൽ വരുത്തിയാൽ അതിന്റെയും അത് പ്രവർത്തിച്ചവരുടെയും പ്രതിഫലം ആ പിന്നീട് ചെയ്ത ആളുകളുടെ പ്രതിഫലത്തിൽ ഒരു കുറവും വരാതെ തന്നെ ഈ നന്മക്ക് തുടക്കം കുറിച്ച ആൾക്ക് ലഭിക്കുന്നുണ്ട് എന്ന സന്തോഷ വാർത്ത അറിയിച്ച് നമുക്ക് കാണാം.
നമ്മളായിട്ട് ഒരു നന്മക്ക് തുടക്കം കുറിച്ചു. നമ്മൾ ചെയ്യുന്ന നന്മകൾ കണ്ട് കേട്ട് അറിഞ്ഞ് മനസ്സിലാക്കി വേറെ പലരും അതിന്റെ തുടർച്ചയായിട്ട് നന്മകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോ ആ ചെയ്ത ആളുകൾക്കൊക്കെ പ്രതിഫലമുണ്ട്. അതോടൊപ്പം അവർക്ക് കിട്ടിയ പ്രതിഫലത്തെ പോലെ തന്നെ അവരുടെ പ്രതിഫലത്തിൽ ഒരു കുറവും വരാതെ ആരാണ് ആ നന്മക്ക് തുടക്കം കുറിച്ചത് അവർക്കും അത് ലഭ്യമാകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ചീത്ത കാര്യം കേട്ടോ. ഒരാളും വേറൊരാളുടെ ഭാരം വഹിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അയാളുടെ കുറ്റം, അയാളുടെ കുറ്റത്തിന്റെ ആ ശിക്ഷ അയാൾ തന്നെ ഏൽക്കേണ്ടി വരും. അയാൾ ചെയ്തത് ഞാൻ മറ്റോൻ ചെയ്തത് കണ്ടിട്ട് ചെയ്തതാണ്, അവര് പറഞ്ഞിട്ട് ചെയ്തതാണ് എന്ന് പറഞ്ഞിട്ട് രക്ഷപ്പെടാൻ സാധ്യമാകുകയില്ല. അതിനാൽ അക്കാര്യം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചത് ഒരാൾ ഒരു ചീത്ത കാര്യം നടപ്പിൽ വരുത്തിയാൽ അതിന്റെയും അത് പ്രവർത്തിച്ചവരുടെയും കുറ്റം അവരുടെ കുറ്റത്തിൽ ഒരു കുറവും വരാതെ ആരാണോ ഇതിൽ തുടക്കം കുറിച്ചത് അവർക്കും ഉണ്ടാകുമെന്നും പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മളായിട്ടൊരു ചീത്ത കാര്യം തുടങ്ങി, അത് പലരും കണ്ട് ചെയ്യുന്നു, പലരും നാട്ടാചാരമായി സമൂഹത്തിന്റെ ആചാരങ്ങളായി മാമൂലുകളായി ആ സമൂഹത്തിൽ എങ്ങനെ അത്തരത്തിലുള്ള ആചാരങ്ങൾ കൊണ്ടുവരുന്നു. അങ്ങനെയാകുമ്പോ ആ ചെയ്ത ആളുകൾക്ക് മുഴുവനും കുറ്റമുണ്ട്. അതോടൊപ്പം തന്നെ അവരുടെ കുറ്റം പോലെ ഈ കുറ്റത്തിന് തുടക്കം കുറിച്ച മനുഷ്യരും അതിന്റെ പാപഭാരം ഏൽക്കേണ്ടി വരും എന്ന് പറയുമ്പോ എത്ര വലിയ അപരാധമാണ് പലപ്പോഴും ഓരോ കുറ്റങ്ങൾക്ക് സമൂഹത്തിൽ തുടക്കം കുറിക്കുന്ന ആളുകൾ. ആദ്യമായി ഒരു തിന്മ സമൂഹത്തിൽ കാണിച്ചു കൊടുക്കുന്ന ആളുകൾ. പരിചയമല്ല, ഇത് ആളുകൾക്കൊന്നും പരിചയമില്ലായിരുന്നു, പക്ഷെ അതിന് തുടക്കം കുറിച്ച് കാണിച്ചു കൊടുത്തത് ഏതോ ഒരു ചങ്ങായിയാ. അവനാണ് ആ കുട്ടികളെ മുഴുവനും പിടിച്ചുകൊണ്ടുപോയി ഈ മോശമായ ഏർപ്പാടുകൾ മുഴുവനും പഠിപ്പിച്ചത്, അതിന് പ്രചോദനം നൽകിയത്. എങ്കിൽ അവന് മറ്റുള്ളവരെ പോലെ തന്നെ കുറ്റം ഏൽക്കേണ്ടി വരുമെന്ന് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ വിശദീകരിക്കുന്ന കുറെ ഹദീസുകളുണ്ട്. മൊത്തത്തിൽ നന്മക്ക് തുടക്കം കുറിച്ചാലും തിന്മക്ക് തുടക്കം കുറിച്ചാലും അങ്ങനെ ചെയ്യുന്ന ആളുകൾ, അതിന് തുടക്കം കുറിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു നന്മയായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു അവസരമുണ്ടെങ്കിൽ അതൊരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കുക. കാരണം അത് തുടർന്നു കൊണ്ടുപോകുന്ന ആളുകൾ, തുടർത്തിക്കൊണ്ടുപോകുന്ന ആളുകളിൽ നിന്ന് അവർക്ക് കിട്ടുന്ന പ്രതിഫലം പോലെ ഇതിന് തുടക്കം കുറിച്ച ആളുകൾക്ക് കിട്ടും എന്നുള്ളത് കൊണ്ട് അത് ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യമാണ്. അതേപോലെ ഒരു തിന്മയാണ് ചെയ്യുന്നതെങ്കിൽ ആ തിന്മ പ്രവർത്തിച്ചതിന്റെ കുറ്റം അവനുണ്ട് എന്ന് മാത്രമല്ല, അത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോ ആളുകൾ അത് ഏറ്റെടുക്കുമ്പോ അവർക്കുണ്ടാകുന്ന കുറ്റങ്ങളെ പോലെ തന്നെ ഇയാൾക്കും അതിന്റെ കുറ്റം ഏറ്റെടുക്കേണ്ടി വരികയും ചെയ്യും എന്നിങ്ങനെയുള്ള സൂചനകൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. മറ്റൊരു വചനം അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ നമുക്ക് കാണാൻ സാധിക്കുന്നത് സൂറത്തു സബയിലെ 25-26 ആയത്തുകൾ. ഖുല്ലാ തുസ്അലൂന അമ്മാ അജ്റംനാ വലാ നുസ്അലു അമ്മാ തഅമലൂൻ ഖുൽ യജ്മഉ ബൈനനാ റബ്ബുനാ സുമ്മ യഫ്തഹു ബൈനനാ ബിൽ ഹഖ് വഹുവൽ ഫത്താഹുൽ അലീം. സൂറത്തു സബയിലുണ്ട് അങ്ങനെ ഒരു ആയത്ത്. എന്താ അതിന്റെ അർത്ഥം അറിയോ? പറയുക, ലാ തുസ്അലൂന അമ്മാ അജ്റംനാ, ഞങ്ങൾ കുറ്റം ചെയ്തതിനെ സംബന്ധിച്ച് നിങ്ങൾ ചോദിക്കപ്പെടുകയില്ല, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി ഞങ്ങളും ചോദിക്കപ്പെടുകയില്ല. പറയുക, നമ്മുടെ രക്ഷിതാവ് നമ്മെ തമ്മിൽ ഒരുമിച്ച് കൂട്ടുകയും അനന്തരം നമുക്കിടയിൽ അവൻ സത്യപ്രകാരം തീർപ്പ് കൽപ്പിക്കുകയും ചെയ്യുന്നതാണ്. അവൻ സർവജ്ഞനായ തീർപ്പുകാരനത്രേ എന്ന് പറയുന്ന ഒരു പ്രഖ്യാപനമുണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ വേണ്ടി ആവശ്യപ്പെടുന്നത്. നിങ്ങളെ ഇവിടെ ഉപദേശിക്കേണ്ട ഉത്തരവാദിത്വം എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. എന്നാൽ നാളെ പരലോകത്ത് ചെല്ലുമ്പോ നിങ്ങൾ ചെയ്ത പാപങ്ങളെ സംബന്ധിച്ച് എന്നോട് ചോദിക്കുകയില്ല. അതേപോലെ ഞങ്ങൾ എന്തെങ്കിലും കുറ്റം ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങളാരും മറുപടി പറയാനും വരേണ്ടതില്ല എന്ന് പഠിപ്പിക്കുന്നുണ്ട് പരിശുദ്ധ ഖുർആൻ. എന്നാൽ നമ്മൾ ചെയ്ത ഒരു നന്മയാണ് മറ്റുള്ളവരുടെ നന്മക്ക് പ്രചോദിതമായതെങ്കിൽ നമുക്ക് ആ നന്മകളുടെ പ്രതിഫലം ലഭിക്കും. അതേപോലെ നമ്മൾ ചെയ്ത ഒരു തിന്മയാണ്
മറ്റുള്ള ആളുകളൊക്കെ ആ തിന്മ തുടർത്തിക്കൊണ്ടുപോരുന്നത് അതിന് ഉള്ള ഉപോത്ബലമായതെങ്കിൽ അതിന്റെ ശിക്ഷ നമ്മൾ ഏറ്റെടുക്കേണ്ടി വരും എന്ന കാര്യവും തർക്കത്തിനിടയില്ലാത്ത കാര്യമാണ്. അപ്പൊ നമ്മുടെ വീട്ടിലാണെങ്കിലും നമ്മുടെ ചടങ്ങുകളിലാണെങ്കിലും നമ്മുടെ വീട്ടിലൊക്കെ നടക്കുന്ന പലതരത്തിലുള്ള സംഗതികളുണ്ട്. അതിലേക്ക് ഓരോ പുതിയ പുതിയ ആചാരങ്ങൾ കടത്തിക്കൊണ്ടുവന്ന് ഇസ്ലാമിക വിരുദ്ധമായ രൂപത്തിലേക്ക് ഓരോ കാര്യങ്ങൾ, ഇപ്പൊ മക്കളുണ്ടായാൽ അല്ലെങ്കിൽ വീട് വെച്ചാൽ, കല്യാണം നടക്കുമ്പോ, അല്ല വീട്ടിൽ എന്തെങ്കിലും പ്രത്യേകമായ സംഗതികളൊക്കെ ഉണ്ടാകുമ്പോ നമ്മളായിട്ട് പുത്തനായിട്ട് ഒരു പുതിയ ആചാരം കൊണ്ടുവന്ന് സമൂഹത്തിൽ അതിങ്ങനെ വ്യാപിച്ച് സാധാരണക്കാരായ ആളുകൾക്കൊന്നും അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത വിധത്തിലൊക്കെ മോശമായ അവസ്ഥകളൊക്കെ സമൂഹത്തിൽ വന്നു ചേരുന്നത് ഇങ്ങനെയുള്ള ഈ വിഷയങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുമെന്ന് ഓർമ്മിക്കുന്നത് നന്നായിരിക്കുമെന്ന് കൂട്ടത്തിൽ ഇവിടെ പറയുകയാണ്. കൂടുതൽ അറിയാനും മനസ്സിലാക്കാനും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ അവസാനത്തെ ആയത്തിലേക്ക് പോവുകയാണ്. അത് കൂടുതൽ വിശദീകരണങ്ങൾ ആവശ്യമില്ലാത്ത ആയത്താണ്. നേരത്തെ പറഞ്ഞതുപോലെ ഇതുവരെ നമ്മൾ പറഞ്ഞു വന്നതിന്റെ സംഗ്രഹം എന്നുള്ള നിലക്ക് സംഗ്രഹിച്ചുകൊണ്ട് ചുരുക്കി പറയുന്ന ചില വിഷയങ്ങളാണ്. 165 ആയത്തും അങ്ങനെ തന്നെയാണ്. നോക്കാം നമുക്ക്. വഹുവല്ലദീ ജഅലകും ഖലായിഫൽ അർള് വറഫഅ ബഅദകും ഫൗഖ ബഅദിൻ ദറജാതിൻ ലിയബ്ലുവകും ഫീമാ ആതാകും ഇന്ന റബ്ബക സരീഉൽ ഇഖാബി വഇന്നഹു ലഗഫൂറുർ റഹീം. വഹുവല്ലദീ ജഅലകും ഖലായിഫൽ അർള്, റബ്ബിനെയാണ് കഴിഞ്ഞ ആയത്തിൽ പരിചയപ്പെടുത്തിയത്. പ്രപഞ്ചങ്ങളുടെ മുഴുവനും രക്ഷിതാവായ റബ്ബിനെയാണ്. ആ റബ്ബിലേക്കാണ് ഞാൻ പോകുന്നത്, ആ റബ്ബിനെയാണ് ഞാൻ ആശ്രയിക്കുന്നത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രഖ്യാപിക്കാൻ പറഞ്ഞു. ആ റബ്ബ് ആരാണെന്നറിയാമോ? അവനാണ് നിങ്ങൾ ഭൂമിയിൽ പിന്തുടർച്ചാവകാശികളാക്കിയത്, ഖലായിഫുകളാക്കിയത്, ഖലീഫകളാക്കിയത്, പിന്തുടർച്ചാവകാശികൾ. ഇതാണ് ഖലായിഫുൻ എന്ന വാക്കിന്റെ അർത്ഥം. വിശദീകരിക്കാം. ഭൂമിയിൽ പിന്തുടർച്ചാവകാശികളാക്കിയത് നിങ്ങളെയാണ്. ഓരോ സമൂഹം കഴിയുമ്പോ ആ സമൂഹത്തിന് ശേഷം നിങ്ങൾ കടന്നു വരുന്നു. നിങ്ങളുടെ മാതാപിതാക്കളുടെ ശേഷം നിങ്ങൾ ആ കുടുംബത്തിന്റെ സ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് അവകാശികളായി വരുന്നു. അദ്ദേഹത്തിന്റെ സമ്പത്ത് നിങ്ങൾ ഏറ്റെടുക്കുന്നു. പിന്നീട് അതേപോലെ നിങ്ങൾ പല കാര്യങ്ങളും പിന്തുടർച്ചാവകാശികളായിട്ട് നിങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട്. അങ്ങനെ ഈ ഭൂമുഖത്ത് പിന്തുടർച്ചാവകാശികളാക്കിയത്, നിങ്ങൾ അങ്ങനെ ആക്കിയത് അള്ളാഹു ആണ്. നിങ്ങളിൽ ചിലരേക്കാൾ ദറജാത്തിൻ പദവികളിൽ അവൻ ഉയർത്തുകയും ചെയ്തിരിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും ദറജകൾ ഒന്നല്ല. ഇത് നമ്മൾ പല പ്രാവശ്യം ഈ സൂറത്തിൽ തന്നെ പറഞ്ഞു പോയതാണ്. ദറജകളെ സംബന്ധിച്ച് നിങ്ങളുടെ എല്ലാവരുടെയും ദറജകൾ ഒന്നല്ല, പദവികളൊന്നല്ല. നിങ്ങളെ പല പദവികളായിട്ട് നിശ്ചയിച്ചത് നമ്മളാണ്. അതിന്റെ പേരിൽ പരിതപിക്കുകയോ പ്രയാസപ്പെടുകയോ അഹങ്കരിക്കുകയോ ആഢ്യത്വം കാണിക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. ഉയർന്നവരാണ് എന്നുള്ള നിലക്ക് അതിന്റെ അഹങ്കാരം പാടില്ല. ഞാൻ താഴ്ന്നവനാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അതിന്റെ പേരിലുള്ള പ്രയാസങ്ങളും പാടില്ല. മനുഷ്യർ എന്നുള്ള നിലക്ക് നിങ്ങളെ ഈ ഭൂമുഖത്ത് അള്ളാഹു വിവിധ തരത്തിലുള്ള പദവികളിൽ അവനാക്കിയിരിക്കുന്നു. എന്തിനാണെന്നറിയോ? ലിയബ്ലുവകും ഫീമാ ആതാകും, നിങ്ങൾക്ക് എന്താണോ നൽകിയത് ആ നൽകിയതിൽ നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. ഫീമാ ആതാകും എന്ന് പറഞ്ഞത് ശ്രദ്ധിക്കണം നിങ്ങൾ. ഫീമാ ആതാകും, നിങ്ങൾക്ക് നൽകിയത് എന്താണോ അത് ഒന്ന് എന്നാണ്. അത് വളരെ ചെറുതാകാം, വളരെ വലിയതാകാം, ഒരു മിഡിൽ കാസ്റ്റിന്റെ ആ അവസ്ഥയിലുള്ള ആളുകളാകാം. അപ്പൊ എങ്ങനെയായിരുന്നാലും നിങ്ങൾക്ക് എന്താണോ റബ്ബ് നൽകിയത് ആ നൽകിയ വിഷയത്തിൽ അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കുന്നതാണ്. അങ്ങനെ നിങ്ങളെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ വിവിധ തരത്തിലുള്ള ഗ്രേഡുകളിൽ, വിവിധ തരത്തിലുള്ള ദർജകളിൽ ഉയർന്നവരും താഴ്ന്നവരും, മേലെ നിൽക്കുന്നവരും താഴെ നിൽക്കുന്നവരും, കൊടുക്കുന്നവരും വാങ്ങുന്നവരും ഒക്കെ ആയിട്ട് നിങ്ങളെ പല വിധത്തിൽ അള്ളാഹു ഈ ഭൂമുഖത്ത് സൃഷ്ടിച്ചിട്ടുള്ളത്. അത് അങ്ങനെ ഒരു സംവിധാനമാണ് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അത് ചോദ്യം ചെയ്യേണ്ടതില്ല. അങ്ങനെ ആയിരിക്കും. എന്തുകൊണ്ട് അവരൊക്കെ വലിയ പണക്കാരായി, എന്തുകൊണ്ട് ഇവരൊക്കെ പാവങ്ങളായി,
എന്തുകൊണ്ട് അവരങ്ങനെ ജീവിക്കുന്നു, എന്തുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ജീവിക്കേണ്ടി വരുന്നു എന്നൊക്കെയുള്ള ആ ചിന്തകൾ അപ്രസക്തമാണ്. ഇവിടെ എന്താണോ നമുക്ക് നൽകിയത്, ആ നൽകപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ച് മാത്രം ആലോചിച്ചാൽ മതി. എനിക്ക് കുറച്ചേ ഉണ്ടെങ്കിൽ ഈ കുറച്ചിൽ മാത്രമല്ലേ അള്ളാഹു എന്നോട് ചോദിക്കുകയുള്ളൂ. ഒരാൾക്ക് കുറെ ഉണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങൾക്ക് ഞാൻ അള്ളാഹുവിനോട് സമാധാനം പറയേണ്ടി വരുന്നവനാണ് എന്നിങ്ങനെ ചിന്തിക്കാനും അതിനനുസരിച്ച് കാര്യങ്ങൾ ക്രമീകരിക്കാനും സാധിച്ചാൽ ഏറ്റവും നല്ല ഒരു കാര്യമാണ്. കാരണം ഇവിടെ നൽകപ്പെട്ട അതേ ദർജകൾ തന്നെ ആകുമോ പരലോകത്ത് ലഭിക്കുക? ഒരിക്കലും ആയിരിക്കില്ലല്ലോ. ഇവിടെ ഒരുപാട് ദർജകൾ ഉയർന്ന ആളുകളെ നാളെ പരലോകത്ത് ഏറ്റവും പിന്നെ മുനാഫിക്കുകളെ സംബന്ധിച്ച് പറഞ്ഞതുപോലെ ഇന്നൽ മുനാഫിക്കീന ദർക്കിൽ അസ്ഫലി മിനന്നാർ, ദർക്കാത്തുകളിൽ ഏറ്റവും മോശമായ അവസ്ഥകളിലേക്കൊക്കെ പോകുന്ന കാര്യങ്ങൾ ഉണ്ടാവല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ അത് സംബന്ധമായിട്ട് ചിന്തിക്കാം. ഇനി ആയത്തിന്റെ അവസാനം ഇന്ന റബ്ബക സരീഉൽ ഇഖാബ് ഇന്നഹു ലഗഫൂറുർ റഹീം, താങ്കളുടെ രക്ഷിതാവ് വളരെ വേഗതയിൽ ഇഖാബ് ശിക്ഷ നടപ്പാക്കുന്നവനാണ്. വളരെ വേഗത്തിൽ അവൻ ശിക്ഷ നടപ്പാക്കുന്നവനാണ്. അതേപോലെ വഇന്നഹു ലഗഫൂറുർ റഹീം, അവൻ ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു. അപ്പോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കുകയാണ്. ഈ ജീവിതത്തിലൂടെ നിങ്ങൾക്ക് നൽകിയ വിവിധ ദർജകളിലൂടെ നിങ്ങൾ അവസാനം പരലോകത്തെത്തുമ്പോ അള്ളാഹുവിന്റെ ഒരു കഴിവ്, അള്ളാഹുവിന്റെ ഒരു പ്രവർത്തനം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. അതെന്താണെന്നറിയോ? വളരെ വേഗതയിൽ അള്ളാഹു ശിക്ഷ നടപ്പാക്കും, അവന്റെ കാര്യങ്ങളിൽ തീർപ്പ് നടപ്പാക്കും. വഇന്നഹു ലഗഫൂറുർ റഹീം, അതേപോലെ അവന്റെ കാരുണ്യം എന്ന് പറയുന്നത് അത് ഏറെ പൊറുക്കുന്ന, ഏറെ കരുണ ചെയ്യുന്ന ആ അവസ്ഥയാണ് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം. ഇത് രണ്ടും ഒരുമിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇത് രണ്ടും അള്ളാഹുവിന്റെ കാരുണ്യത്തെ സംബന്ധിച്ചും അതേപോലെ അള്ളാഹുവിന്റെ ശിക്ഷയെ സംബന്ധിച്ചും അത് വളരെ വിശാലമാണ് അള്ളാഹുവിന്റെ കാരുണ്യം. അതേപോലെ അള്ളാഹു ഒരാളെ ശിക്ഷിക്കുന്നതായാൽ അത് വേഗതയിൽ തന്നെ, അല്ലെങ്കിൽ അവന്റെ തീരുമാനം, അവന്റെ വിചാരണ അള്ളാഹുവിന് വളരെ വേഗതയിൽ പൂർത്തീകരിക്കാൻ സാധിക്കുന്നതാണ്, അല്ലെങ്കിൽ പൂർത്തീകരിക്കുന്നവരാണ് എന്ന കാര്യം ഒക്കെ ഇവിടെ സൂചിപ്പിച്ചുകൊണ്ട് ആയത്ത് അവസാനിപ്പിക്കുന്നു. ഒന്ന് രണ്ട് വാക്കുകൾ നമുക്ക് പരിശോധിച്ചാൽ ക്ലാസ് അവസാനിപ്പിക്കാം. ഖലീഫ എന്ന പദത്തിന്റെ ബഹുവചനമാണ് ഖലായിഫ്. ഒരാളുടെ പിന്നിൽ അയാളുടെ സ്ഥാനത്ത് വരുന്ന ആൾ എന്നാണ് ആ പദത്തിന്റെ അർത്ഥം. മാനുവലയുടെ പരിഭാഷ വായിച്ചു നോക്കിയാൽ മതി. മലയാളത്തിൽ അതിന് പിൻഗാമി എന്നോ പ്രതിനിധി എന്നോ ഒക്കെ സന്ദർഭം പോലെ അതിന് അർത്ഥം നൽകാം. ഒരു തലമുറയ്ക്ക് ശേഷം മറ്റൊരു തലമുറയായും ഒരു സമുദായത്തിന് ശേഷം മറ്റൊരു സമുദായമായും അള്ളാഹു നമ്മെ ഭൂമിയിൽ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ഇവിടെ ശ്രദ്ധിച്ചിരിക്കുന്നു എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ഏറ്റവും പ്രധാനമായി എല്ലാവരെയും അതേപോലെ അള്ളാഹു ഈ ഭൂമുഖത്ത് ഒരേ നിലവാരത്തിലല്ല ആക്കിയിരിക്കുന്നത്. ഇങ്ങനെ ഓരോ കാലഘട്ടങ്ങൾക്കനുസരിച്ച് മാറി മാറി വരുന്ന ആളുകൾ എന്നുള്ള നിലക്ക് തന്നെ അവർ പലതരത്തിലുള്ള പല തട്ടുകളിലും പല നിലവാരത്തിലും അവരുടെ ഉപജീവന മാർഗം വ്യത്യസ്തമാണ്, ബുദ്ധി വ്യത്യസ്തമാണ്, അറിവ് വ്യത്യസ്തമാണ്, സ്വഭാവഗുണങ്ങൾ വ്യത്യസ്തമാണ്, കഴിവും പ്രാപ്തിയും രൂപവും, അങ്ങനെ എല്ലാ വിഷയങ്ങളും ഓരോ വിഷയങ്ങൾ എടുത്തു നോക്കിയാലും വ്യത്യസ്തത ഓരോ സംഗതികളിലും ഉള്ള ആളുകളായിട്ടാണ് അള്ളാഹു ഈ ഭൂമുഖത്ത് മനുഷ്യരെ സൃഷ്ടിച്ചിരിക്കുന്നത്. എല്ലാവർക്കും എല്ലാ രംഗത്തും കഴിവ് തെളിയിക്കാൻ സാധിക്കണമെന്നില്ല. എല്ലാവരും എല്ലാ രംഗങ്ങളിലും മോശക്കാരാകുകയുമില്ല. ചില രംഗങ്ങളിലൊക്കെ മോശക്കാരാണെങ്കിൽ വേലച്ചില രംഗത്തൊക്കെ വലിയ പ്രാപ്തിയുള്ള, കഴിവുള്ള, വലിയ തരത്തിലുള്ള അറിവുള്ള ആളുകളൊക്കെ ആയിട്ട് ഉണ്ടാകാം. ഇവിടെയുള്ള പണക്കാർ മുഴുവനും അറിവുള്ളവരായിക്കൊള്ളണമെന്നില്ല. അതേപോലെ ബുദ്ധിശൂന്യരായിട്ടുള്ള ആളുകൾ എല്ലാവരും തന്നെ സമ്പത്ത് നേടിയെടുക്കാൻ സാധിക്കാത്ത ആളുകളുമായി ആകുകയില്ല. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഈ കാര്യങ്ങളിൽ ഏറ്റക്കുറവുകൾ ഉണ്ടാകാം. എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്? നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവരവർക്ക് ലഭിച്ച കാര്യങ്ങൾ അതെന്താണോ, അത് എന്ത് അളവിൽ ലഭിച്ചാലും അതെങ്ങനെ ചെയ്യണം, അതിനെങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്ന് ആലോചിച്ചുകൊണ്ട് ഇതൊരു പരീക്ഷണ വസ്തുവാണ് എന്നുള്ള നിലക്ക് കൃത്യമായി അതിനെ അറിഞ്ഞുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ എന്നാണ് ഈ ഒരു ആയത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇവിടെ
ഈ ഖലായിഫിന് അർത്ഥം പറയുന്നതിൽ പല തെറ്റിദ്ധാരണകളും വരുത്തുന്ന ചില ആളുകളെയൊക്കെ നമുക്ക് സമൂഹത്തിൽ കാണാൻ സാധിക്കുന്നതാണ്. അവര് പറയുന്നത് പലപ്പോഴും നിങ്ങൾ അധികാരികളാക്കിയിരിക്കുന്നു ഈ ഭൂമിയിൽ എന്നാണ്. എന്ന് പറഞ്ഞാൽ അധികാരമില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശേഷം ഖുലഫാഉർ റാഷിദുകളുണ്ട്, നമുക്ക് ശേഷം ഉള്ള താബിഉകളിൽ അതിനുശേഷമുള്ള ആളുകളിലൊക്കെ വീണ്ടും ഖലീഫമാരുണ്ട്. അങ്ങനെയുള്ള ഒരു സംവിധാനത്തോടു കൂടി മാത്രമേ ഇവിടെ മുസ്ലിം സമുദായത്തിന് നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഈ ഖലീഫ എന്ന വാക്കിനെ പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതിന് മനസ്സിലാക്കാൻ പറ്റാവുന്ന ഒന്ന് രണ്ട് ആയത്തുകൾ അമാനി മൗലവി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ വിശദീകരിക്കുന്നുണ്ട്. നിങ്ങൾ അതൊന്ന് വായിച്ചു നോക്കണം. സൂറത്ത് യൂനുസിലെ 14-ാമത്തെ വാക്യം, സൂറത്ത് യൂനുസിലെ 73-ാമത്തെ വാക്യം, അതേപോലെ സൂറത്തുൽ ആറാഫിലെ 69-ാമത് വചനവുമൊക്കെ വായിച്ചു നോക്കിയാൽ അവിടങ്ങളിലൊക്കെ പൂർവ്വകാല സമുദായങ്ങളെ പലരെയും പറഞ്ഞിട്ട് അത് അധികാരമില്ലാത്ത സമുദായങ്ങളായിരുന്നു പലതും. അത്തരമുള്ള സമുദായങ്ങൾക്ക് ശേഷം പിന്നീട് കടന്നു വന്ന ആളുകളെയും അവരുടെ അവസ്ഥകളെയും ഒക്കെ വിശദീകരിക്കുന്നിടത്ത് അത്തരത്തിലുള്ള സമുദായങ്ങളുടെ ശേഷം ഒരു അധികാരവും ഇല്ലാത്ത, ഒരു തരത്തിലുള്ള അങ്ങനെയുള്ള കഴിവുകളൊന്നും ഇല്ലാത്ത കുറെ സമുദായങ്ങളെ പറഞ്ഞിട്ട് അവരുടെ ശേഷം നിങ്ങൾ ഈ ഭൂമിയിൽ അതിന്റെ അനന്തരാവകാശികളായി കടന്നു വന്നു എന്നൊക്കെ പറയുന്ന ആ ഭാഗം പരിശോധിച്ചാൽ അപ്പൊ എന്താണ് ഖുലഫാ എന്നൊക്കെ അതിന്റെ വാക്ക് അവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ ഈ ദറജാത്ത് നമ്മൾ കഴിഞ്ഞ ഭാഗങ്ങളിൽ പലതും കടന്നു പോയിട്ടുണ്ട്. അവിടെ നമ്മൾ കണ്ട സ്ലൈഡുകളാണ് ഇതൊക്കെ. ഇത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിച്ച് പഠിക്കേണ്ട ചില വിഷയങ്ങളാണ്. അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഉയർന്ന പദവി കിട്ടുന്നതിന് വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കണം. അള്ളാഹുവിന്റെ പ്രവാചകന് വേണ്ടി തന്നെ നമ്മൾ നമ്മുടെ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കാറുണ്ടല്ലോ. അള്ളാഹുവിന്റെ പ്രവാചകന് പരലോകത്ത് ഏറ്റവും ഉയർന്ന പദവി കൊടുക്കണേ എന്ന് നമ്മളോട് പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ. അതേപോലെ നമ്മളും അള്ളാഹുവെ നിന്റെ പരലോകത്തെത്തുമ്പോ ഏറ്റവും ഉയർന്ന പദവി ഞങ്ങൾക്ക്, ദറജ ഞങ്ങൾക്ക് നൽകുകയും ഏറ്റവും കൂടുതൽ ദറജ കിട്ടിയ ആളുകളുടെ കൂട്ടത്തിൽ, ഏറ്റവും നല്ല ഗ്രേഡിൽ എത്തപ്പെട്ട ആളുകളുടെ കൂട്ടത്തിലൊക്കെ അള്ളാഹുവെ ഞങ്ങളെ ഉൾപ്പെടുത്തുകയും ചെയ്യണമേ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് പഠിപ്പിക്കുന്ന എന്ന് നമ്മളെ പ്രാർത്ഥനകളിലും നമ്മൾ സ്വീകരിക്കേണ്ടതാണ് എന്ന് സൂചിപ്പിക്കുകയാണ്. ഇതുപോലെ നമ്മൾ പറഞ്ഞിരുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വചനം, തആല അറാബിയൻ, റസൂൽ അല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു അറാബി വന്ന് ചോദിച്ചു, അൻ മൗഖിഫില്ലദീ ലാ യുദ്ദി ഇലൽ ഫുറൂല ഫഖത്ത്, ഫർള് മാത്രം നിർവഹിക്കുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയാണ്. അവൻ അത് മാത്രമാണ് ചെയ്യുന്നതെങ്കിലും അഫ്ലഹ ഇൻ സദഖ, അവൻ പറഞ്ഞത് ശരിയാണെങ്കിൽ അവൻ വിജയിച്ചിരിക്കുന്നു. അവൻ സത്യസന്ധമായി ആ കാര്യത്തിൽ അവന് ആ പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെ കൃത്യമായിട്ട് നിർവഹിക്കാൻ സാധിക്കുമെങ്കിൽ അവൻ വിജയിച്ചിരിക്കുന്നു എന്നാണ്. എന്നാൽ വേറെ ചില ഭാഗങ്ങളില് വളരെ ദറജ ഉയർന്നു പോകുന്ന വിശ്വാസികളെ, അതാ അള്ളാഹുവിന്റെ ഏറ്റവും അടുത്ത തട്ടിലേക്ക് എത്തുന്ന ഔലിയാക്കന്മാരായി മാറാൻ സാധിക്കുന്ന ആളുകളുടെ ദറജകളെ സംബന്ധിച്ചൊക്കെ പഠിപ്പിച്ചെടുത്ത് നമ്മൾ കണ്ടതാണ്. അവരുടെ ഫർളായ കാര്യങ്ങളിലും സുന്നത്തായ കാര്യങ്ങളിലുമൊക്കെ അതീവ ശ്രദ്ധ പാലിക്കുന്നവരാണ്. അങ്ങനെയുള്ള എല്ലാ സംഗതികളും എടുത്തു കൊണ്ടാണ് അവർ അള്ളാഹുവിന്റെ അടുക്കലേക്ക് ഒലുവിലെത്താൻ, ഏറ്റവും ഉയർന്ന ദറജയിലേക്ക് അവർക്ക് എത്താൻ സാധിക്കുന്നത് എന്ന കാര്യവും ഒക്കെ നമ്മൾ ആ ഭാഗങ്ങളിൽ പറഞ്ഞു പോയതാണ്. ഖുർആൻ തന്നെ പറയുന്നു, നോക്കൂ, ഇവിടെ നിങ്ങൾ നോക്കൂ, ഓരോരുത്തർക്കും എന്തൊക്കെ തരത്തിലുള്ള ദറജകളാണ്, ഏതൊക്കെ തരത്തിലുള്ള ശ്രേഷ്ഠതകളാണ് ഓരോരുത്തരെയും ചില ആൾക്കാരുടെ മേലെ വെച്ചിരിക്കുന്നു, അങ്ങനെ പദവികൾ ഉയർത്തി കൊടുത്തിരിക്കുന്നു. ഇങ്ങനെയുള്ള ആളുകളൊക്കെ നിങ്ങൾ ഈ ഭൂമുഖത്തൊന്ന് നോക്കി, വലല്ലാഹിറത്തു അക്ബറു ദറജാത്തിൻ, എന്നാൽ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, വലല്ലാഹിറത്തു അക്ബറു ദറജാത്തിൻ അക്ബറു തഫ്ദീല, പരലോകമാണ് കേട്ടോ ഏറ്റവും വലിയ, പരലോകത്തിലാണ് കേട്ടോ ഏറ്റവും വലിയ ദറജകൾ ഉള്ളത്, അക്ബറു തഫ്ദീല, ഏറ്റവും വലിയ ശ്രേഷ്ഠതകൾ ഉള്ളത്, ഏറ്റവും വലിയ ആദരവുകൾ, ഏറ്റവും വലിയ അംഗീകാരങ്ങൾ ഒക്കെ ലഭിക്കുന്നത് പരലോകത്തിലാണ് കേട്ടോ. അപ്പൊ അവിടുത്തെ ഏറ്റവും ഉയർന്ന ദർജകൾ കിട്ടാൻ, ഏറ്റവും ഉയർന്ന സ്ഥാനമാനങ്ങൾ ലഭിക്കാൻ, ഏറ്റവും ശ്രേഷ്ഠമായ, ഏറ്റവും പവിത്രമായ ആദരവുകൾ ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം എന്ന് സൂറത്തുൽ ഇസ്രായിൽ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഒരാഴ്ച കൂടെ നോക്കൂ, സൂറത്തുൽ മുജാദലയിൽ യർഫഉല്ലാഹു അല്ലദീന
ആമനൂ മിൻകും വല്ലദീന ഊത്തുൽ ഇൽമ ദറജാത്ത് അല്ലാഹു ബിമാ തഅമലൂന ഖബീർ. അള്ളാഹു ഉയർത്തിക്കൊണ്ടിരിക്കും, നിങ്ങളെ ഉയർത്തുന്നുണ്ട്. നിങ്ങൾ ഒരിക്കലും താഴോട്ട് പോകുന്നവരാണ്, ദറജ താഴ്ന്നവരാണ്, താഴ്ന്നു പോകുന്നു എന്ന് നിങ്ങൾ കരുതേണ്ടതില്ല. വിശ്വാസികളെ, നിങ്ങളുടെ വിശ്വാസത്തിൽ നിങ്ങൾ സ്ഥിരമായി ഉറച്ചു നിന്ന് അങ്ങനെ പ്രവർത്തിക്കുന്ന ആളുകളാണെങ്കിൽ ആമനൂ മിൻകും, നിങ്ങൾ കൂട്ടത്തിൽ നിന്ന് വിശ്വാസികളെയും വല്ലദീന ഊത്തുൽ ഇൽമ, വിജ്ഞാനം നൽകപ്പെട്ട ആളുകളെയും ദറജാത്തിൻ, അള്ളാഹു കുറെ ദറജകൾ അവർക്ക് നൽകിയിട്ട് അവരെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. ആരെന്ത് പറഞ്ഞാലും നിങ്ങൾ ഉയരുകയാണ് അള്ളാഹുവിന്റെ അടുക്കലേക്ക്. നിങ്ങളുടെ ആ ഗ്രേഡ് ഇങ്ങനെ കൂടിക്കൂടിക്കൊണ്ടിരിക്കുന്നു എന്ന കാര്യം നിങ്ങൾ ഓർക്കണമെന്ന് അല്ലാഹു ബിമാ തഅമലൂന ഖബീർ. അള്ളാഹു കാരണം എന്താണെന്നറിയോ? നിങ്ങൾ എന്തൊക്കെ പ്രവർത്തിക്കുന്നുവോ ആ പ്രവർത്തിക്കുന്ന കാര്യങ്ങളൊക്കെ എല്ലാം അള്ളാഹു കൃത്യമായിട്ട് അറിയുകയും ചെയ്യുന്നു എന്ന് ഈ ആയത്തിന്റെ അവസാന ഭാഗത്ത് നമ്മൾ കണ്ടു. ഇന്ന റബ്ബക സരീഉൽ ഇഖാബ് വഇന്നഹു ലഗഫൂറുർ റഹീം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിച്ചത്. രണ്ട് കാര്യങ്ങളെ സമ്മിശ്രമായി പറഞ്ഞു. ഒന്ന് ശിക്ഷയെ സംബന്ധിച്ചാണ്, രണ്ടാമത്തത് അള്ളാഹുവിന്റെ കാരുണ്യത്തെ സംബന്ധിച്ചാണ്. ഇങ്ങനെ പല ഭാഗങ്ങളിലുണ്ട് ഇങ്ങനെ ഒരുമിച്ച് പറഞ്ഞ സംഗതികൾ. അള്ളാഹുവിന്റെ ശിക്ഷ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാതെ പടച്ചവന്റെ കാരുണ്യം പറയുന്ന ഘട്ടങ്ങൾ ഒരുപാട് രംഗങ്ങളിലുണ്ട്. ഇവിടെ ഇഖാബിനെ സംബന്ധിച്ചാണ് ആദ്യം പറഞ്ഞതെങ്കിൽ വേറെ ചില ഭാഗങ്ങളിൽ അള്ളാഹുവിന്റെ മഗ്ഫിറത്തിനെ സംബന്ധിച്ചാണ് ആദ്യമായി സൂചിപ്പിച്ചത്. പ്രത്യേകിച്ച് സൂറത്തുൽ ഹിജ്റിലെ 49-50 വചനങ്ങൾ, നബി ഇബാദി, എന്റെ അടിമകളോട് പ്രവാചകരെ പറഞ്ഞു കൊടുക്ക്, അന്നി അനൽ ഗഫൂറുർ റഹീം, തീർച്ചയായും ഞാൻ ഏറെ പൊറുക്കുന്നവനും ഏറെ കാരുണ്യവാനുമാണ് എന്ന കാര്യം അവരെ അറിയിക്കൂ. അന്ന അദാബി ഹുവൽ അദാബുൽ അലീം, അതോടൊപ്പം അവരോട് പറയേണ്ട ഒരു കാര്യം, എന്റെ ശിക്ഷ ഹുവൽ അദാബുൽ അലീം, അത് വളരെ വേദനാജനകമായ ശിക്ഷയായിരിക്കും എന്ന കാര്യം കൂടെ നിങ്ങൾ പ്രവാചകർ അവരെ പഠിപ്പിക്കണമെന്നാണ്. എന്റെ അടിയാന്മാർക്ക് വൃത്താന്തം അറിയിക്കണം. എന്താണ്? ഞാൻ തന്നെയാണ് വളരെ പൊറുക്കുന്നവൻ, ഞാൻ തന്നെയാണ് ഏറ്റവും കരുണാനിധിയായിട്ടുള്ളവൻ, അതേപോലെ എന്റെ ശിക്ഷ തന്നെയാണ് വേദനയേറിയ ശിക്ഷയെന്നും, ഇങ്ങനെ രണ്ട് രൂപത്തിൽ ഇങ്ങനെ രണ്ടും കൂടെ ഒരുമിച്ച് പറയുന്ന അവസ്ഥകൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ശരീഉൽ ഹിസാബ് എന്ന് 7 തവണയും ശരീഉൽ ഇഖാബ് എന്ന് 2 തവണയും ഈ ശരീഉ എന്ന വേഗത എന്ന വാക്ക് അള്ളാഹു ഉപയോഗിച്ചിരിക്കുന്നത് ഈ 2 സ്ഥലങ്ങളിൽ മാത്രമാണ്. ശരീഉ എന്ന് പറഞ്ഞ വേഗത എന്നാണ് വാക്കിനർത്ഥം. ആ വേഗത എന്ന് അള്ളാഹു ഉപയോഗിച്ചിരിക്കുന്നത് ഹിസാബ്, വിചാരണ വേഗതയിലാണ് എന്ന് 7 തവണ പറഞ്ഞുകൊണ്ടും, അതേപോലെ ശരീഉൽ ഇഖാബ്, ശിക്ഷ, അതും വേഗതയിൽ തന്നെയാണ്. അതിന്റെ നടപടികളൊക്കെ എടുക്കുന്നത് ഒരുപാട് തടങ്കലിൽ വെച്ചുകൊണ്ട്, വിചാരണ തടവുകാരായി തടങ്കലിൽ വെച്ചുകൊണ്ട് അങ്ങനെയുള്ള ഒരു രൂപമല്ല പരലോകത്തുള്ളത്. ഇത് രണ്ടും വളരെ വേഗതയിൽ തന്നെ നടക്കും എന്ന് പറയാൻ ആ വേഗതയെ സൂചിപ്പിക്കുന്ന ശരീഉ എന്ന പദം വന്നിരിക്കുന്നത്, ഖുർആനിൽ വന്നിരിക്കുന്നത് ഈ 2 കാര്യങ്ങളെ പറ്റി മാത്രം സൂചിപ്പിക്കുന്നതിനാണ് എന്നുകൂടെ കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ അള്ളാഹുവിന്റെ പാപമോചനം നമ്മൾ തേടുക, അവൻ ഗഫൂറാണ്, അവൻ റഹീമാണ് എന്നതിന് പ്രാധാന്യം കൽപ്പിക്കുക. ആ നിലക്ക് അള്ളാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥനയിൽ അതേപോലെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന പ്രതീക്ഷയുള്ള ആളുകളായി മാറണം എന്നാണ് സൂചിപ്പിക്കുന്നത്. ഈ ഒരു പ്രയോഗത്തെ അള്ളാഹു ശരീഉൽ ഇഖാബാണ്, അതേപോലെ ഗഫൂറുർ റഹീമാണ് എന്ന് പറയുന്ന ഈ പ്രയോഗത്തെ അറബിയിൽ സൂചിപ്പിക്കുക അത്തർഗീബ് വത്തർഹീബ് എന്നാണ്. പ്രതീക്ഷ നൽകുന്നതും അതേപോലെ ഭയപ്പാടുണ്ടാക്കുന്നതുമായ കാര്യങ്ങൾ എന്നാണ് ഈ 2 സംഗതികളെ അറബിയിൽ പരിചയപ്പെടുത്തുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസും കൂടെ അവസാനമായിട്ട് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാൻ നമുക്ക് 1 മിനിറ്റ് ഉള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലൗ യഅലമുൽ മുഅ്മിൻ മാ ഇൻദല്ലാഹി മിനൽ ഉഖൂബ മാ തമിഅ ബിൽ ജന്നതി അഹദൻ, അള്ളാഹുവിന്റെ പക്കലുള്ള ശിക്ഷ എന്താണെന്ന് സത്യവിശ്വാസി അറിയുമായിരുന്നെങ്കിൽ അവരിൽ ഒരാളും തന്നെ അവന്റെ സ്വർഗത്തിൽ പ്രതീക്ഷ വെക്കുമായിരുന്നില്ല. വലൗ യഅലമുൽ കാഫിറു മാ ഇൻദല്ലാഹി മിനർ റഹ്മ മാ ഖനത മിനൽ ജന്നതി അഹദൻ, അള്ളാഹുവിന്റെ പക്കലുള്ള കാരുണ്യത്തെ സംബന്ധിച്ച് അവിശ്വാസി അറിയുമായിരുന്നെങ്കിൽ അവരിൽ ഒരാളും തന്നെ സ്വർഗത്തെക്കുറിച്ച് നിരാശപ്പെടുമായിരുന്നില്ല എന്ന് പറയുന്ന ഒരു ഹദീസ്. നമ്മൾ കണ്ടത് അള്ളാഹുവിന്റെ ശിക്ഷയുടെ ആ കാഠിന്യം മനസ്സിലാക്കുന്ന സത്യവിശ്വാസികൾ അള്ളാഹുവിന്റെ
സ്വർഗത്തെ സംബന്ധിച്ച് പ്രതീക്ഷ വെക്കുമായിരുന്നില്ല എന്ന് പറഞ്ഞ് അത്രയും കഠിനമായ ശിക്ഷയാണുള്ളത്. അതോടൊപ്പം തന്നെ അവിശ്വാസികളായ ആളുകൾ അള്ളാഹുവിന്റെ കാരുണ്യത്തെ സംബന്ധിച്ച് ശരിയായി മനസ്സിലാക്കിയായിരുന്നെങ്കിൽ അവർക്കൊരിക്കലും സ്വർഗത്തെ സംബന്ധിച്ച് നിരാശപ്പെടേണ്ടി വരുമായിരുന്നില്ല. ആ സ്വർഗത്തിൽ എത്തിപ്പെടാൻ സാധിക്കുമെന്ന ഒരവസ്ഥ തന്നെയാണ് അവരുടെ മനസ്സിലുണ്ടാവുക. കാരണം അള്ളാഹുവിന്റെ കാരുണ്യം എന്ന് പറയുന്നത് അള്ളാഹു 100 ഭാഗം മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു ഭാഗം മാത്രമാണ് സൃഷ്ടികളിൽ ഉള്ളത്. അവരെല്ലാവരും പരസ്പരം കാരുണ്യം കാണിക്കുന്ന, സ്നേഹം കാണിക്കുന്ന ആ സ്നേഹം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ കേവലം 100ൽ ഒരു അംശം മാത്രമേ ഉള്ളൂ. ബാക്കി അത്രയും അള്ളാഹുവിന്റെ അടുക്കൽ തന്നെയുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിന്റെ കാരുണ്യത്തിന് വേണ്ടി നിരന്തരമായി പ്രാർത്ഥിക്കാം, അത് പ്രതീക്ഷ വെച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങാം എന്നൊക്കെ സൂചിപ്പിക്കുന്ന ഹദീസുകളും നമുക്ക് കാണാം. ഇങ്ങനെ ഈ പ്രതീക്ഷ നൽകിക്കൊണ്ട് അതോടൊപ്പം തന്നെ അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെടുന്നവരായി ജീവിക്കണം എന്ന് ഉണർത്തിക്കൊണ്ടാണ് ഈ സൂറത്ത് ഇവിടെ അവസാനിക്കുന്നത്. അള്ളാഹു ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വീണ്ടും പഠിക്കാനും അറിയാനും അതിനനുസരിച്ച് ജീവിക്കാനും നമ്മെ ഓരോരുത്തരെയും അള്ളാഹു തുണക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കാണ്. ഇൻഷാ അല്ലാഹ് 29 ക്ലാസ്സിലൂടെ നമുക്ക് ഈ 165 ആയത്തുകൾ പഠിക്കാൻ സാധിച്ചു. പലതും മറന്നുപോയിട്ടുണ്ടാകാം, ഓർമ്മയിലുണ്ടാവില്ല, വിട്ടുപോയിട്ടുണ്ടാകാം, പല ക്ലാസ്സുകളിലും പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ടായില്ല. എങ്കിലും കുറെ ആയത്തുകളിലൂടെ നമുക്ക് കണ്ണോടിച്ചു പോകാനെങ്കിലും അതിന്റെ ആശയങ്ങളും അതിന്റെ അർത്ഥവും ഒക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോകാനെങ്കിലും നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ള നിലക്ക് നമുക്ക് സമാധാനിക്കുകയും കൂടുതൽ ആ സൂറത്ത് പഠിക്കാനുള്ള ഒരു പ്രചോദനം നമുക്ക് ഇതിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ഈ ക്ലാസിന്റെ ലക്ഷ്യം എന്ന് മനസ്സിലാക്കിയ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഈ ശ്രമങ്ങൾ അള്ളാഹു സ്വാലിഹായ പ്രവർത്തനമായി അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ.